മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ ഉണ്ണിക്കും പ്രതാപനും നല്ല 8ന്റെ പണി കിട്ടുന്ന എപ്പിസോഡുകളാണ് ഇനി മുന്നോട്ട് വരാൻ പോകുന്നത്. കാരണം വേറൊന്നുമല്ല, നമ്മളുടെ ഉണ്ണിയാണെങ്കിൽ കണ്ണനെ സംശയിച്ച് കണ്ണൻ്റെ പിന്നാലെ തന്നെയുണ്ട്. അതുമാത്രമല്ല, മഹാലക്ഷ്മിയെ കൊന്നു കളയണമെന്ന് ഉണ്ണി കണ്ണനോട് പറയുന്ന ആ ഒരു കാര്യം കണ്ണനാണെങ്കിൽ മാർക്കോയോട് പറയണമുണ്ട്. അതോടുകൂടി മാർക്കോയും ഈ ഉണ്ണീനെ ഫോളോ ചെയ്ത് തന്നെ നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഫ്രൂട്ട്സ് കടയിൽ കയറിയിട്ട് ഉണ്ണി ആ ഫ്രൂട്ട്സ് കടക്കാരനോട് ചോദിക്കുന്നുണ്ട്, കണ്ണേട്ട് വന്ന സാധനങ്ങൾ വാങ്ങാറുണ്ടോ എന്ന് ചോദിക്കുമ്പം ഉവല്ല മോനെ ഇന്ന് വന്നും ഒരുപാട് ഫ്രൂട്ട്സ് വാങ്ങിക്കൊണ്ട് പോയി എന്ന് പറയുമ്പോൾ അതൊന്നും വീട്ടിലേക്ക് കൊണ്ടുവന്നില്ലല്ലോ എന്നിങ്ങനെ ഉണ്ണി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. എന്തായാലും ഈ കള്ളക്കളി ഇനി ഇങ്ങനെ മുന്നോട്ട് പോകാൻ അനുവദിക്കരുത്. ഇത് ഞങ്ങളെ ചതിക്കണതാണ് എന്തായാലും ഉറപ്പായിട്ടുണ്ട്. ഇത് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം, അതിന് നല്ല തിരിച്ചടിയും കൊടുക്കണം എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തന്നെ ഉണ്ണി ഏതൊക്കെ ഫ്രൂട്ട്സ് കണ്ണം കൊണ്ടുപോയി എന്നൊക്കെ ചോദിക്കുമ്പം അയാൾ പറയുന്നുണ്ട് ഒരു 10-11 ഐറ്റം ഫ്രൂട്ട്സ് കൊണ്ടുപോയിട്ടുണ്ടെന്ന്. ആ സമയത്ത് ഉണ്ണിക്ക് മനസ്സിലാവുന്നുണ്ട് ഈ ഫ്രൂട്ട്സുമായിട്ടായിരിക്കും അയാൾ മഹാലക്ഷ്മിയെ കാണാൻ പോയത്. അപ്പം ഞങ്ങൾ ഉദ്ദേശിച്ചതുപോലെ തന്നെ അവർ തമ്മിൽ ഒരു പ്രശ്നമില്ല, അവരെല്ലാവരും ചേർന്ന് ഞങ്ങളെ പൊട്ടന്മാരാക്കണേ, എന്തായാലും ഇനി അങ്ങനെ വീട്ടിലായി നിൽക്കണേൽ ഒരു അർത്ഥമില്ല എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഉണ്ണി അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നുണ്ട്. ആ സമയത്താണ് നമ്മളുടെ മാർക്കോ അങ്ങോട്ട് വരുന്നത്. മാർക്കോയാണെങ്കിൽ ഉണ്ണീനെ ഫോളോ ചെയ്യുന്നുണ്ടുള്ള ആ കാര്യം ഉണ്ണിക്ക് അറിയുമില്ല. അങ്ങനെ മാർക്കോ ബൈക്ക് നിർത്തി ഇറങ്ങിയതും ആ ഫ്രൂട്ട്സ് കടക്കാരനോട് ചോദിക്കുന്നുണ്ട് അവൻ എന്താ വാങ്ങിയെന്ന് ചോദിക്കുമ്പം അവൻ ആപ്പിൾ മാത്രമേ വാങ്ങിയുള്ളൂ. അവൻ എന്തെങ്കിലും ചോദിച്ചോ എന്ന് ചോദിക്കുമ്പോൾ കണ്ണൻ സാറ് ഇവിടെ വന്ന് ഫ്രൂട്ട്സ് വാങ്ങാറുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ താൻ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം ഇന്ന് കുറേ ഫ്രൂട്ട്സ് വാങ്ങിക്കൊണ്ട് പോയി എന്ന് പറഞ്ഞു. എന്താ സാറേ വല്ല പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പം പ്രശ്നമൊന്നുമില്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് മാർക്കോയാണെങ്കിൽ ഉണ്ണിയുടെ പുറകെ തന്നെ പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഉണ്ണിയാണെങ്കിൽ കണ്ണനോട് മഹാലക്ഷ്മിയെ കൊല്ലണ കാര്യം പറഞ്ഞിട്ട് പോയതും കണ്ണനിങ്ങനെ ആലോചിക്കുന്നുണ്ട്. ഇവനക്ക് എന്തൊക്കെയോ സംശയം ഉണ്ടെന്നാണ് തോന്നണേ. എന്തായാലും ഈ വിവരം ഇപ്പം തന്നെ മാർക്കോയെയും അനന്തുവിനെയും മഹാലക്ഷ്മിനെയൊക്കെ അറിയിക്കണം, ഇല്ലെങ്കിൽ ഇവൻ എന്താ അവരെ ചെയ്യണമെന്ന് പറയാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ഓർത്തിങ്ങനെ ഫോണെടുത്ത് അനന്തുവിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. അനന്ത് ഫോൺ എടുത്തതും എന്താടാ കണ്ണാന്ന് ചോദിക്കുമ്പം എടാ അനന്തു ഒരു പ്രശ്നമുണ്ട്, ഇനി നമ്മൾ വളരെ സൂക്ഷിച്ചു വേണം മുന്നോട്ട് പോകാൻ, ഉണ്ണിക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ടെന്ന്. ആ സമയത്ത് അനന്ത് പറയുന്നുണ്ട് അത് എനിക്കും തോന്നിയിടാ, അല്ലെങ്കിൽ പിന്നെ നീ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് അവനും കൂടി വരേണ്ട കാര്യമില്ലല്ലോ എന്ന്. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട് എന്തായാലും അവൻ എന്നെ ഫോളോ ചെയ്ത് എൻ്റെ പിന്നാലെ തന്നെയുണ്ട്. അതുമാത്രമല്ല അവൻ്റെ ഇപ്പോഴത്തെ തീരുമാനം മഹിയെ കൊല്ലണമെന്ന് തന്നെയാണ്. അതവൻ എന്നോട് മുഖത്ത് നോക്കി പറയുകയും ചെയ്തു. അപ്പോൾ നീ എന്താടാ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ പ്ലാൻ ചെയ്തോ, ഞാൻ എല്ലാത്തിനും കൂടെ നിൽക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവനക്കൊരു സമാധാനമായിട്ടുണ്ട്. എന്നാലും അവൻ ഞങ്ങളുടെ പിന്നാലെ തന്നെ ഉണ്ടെന്നാണ് തോന്നണേ, അതുകൊണ്ട് നമ്മളെല്ലാവരും ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിക്കണമെന്ന്. ആ സമയത്ത് അനന്ത് പറയുന്നുണ്ട് ഇന്നത്തെ അവൻ്റെ സംസാരം കേട്ടപ്പോൾ അവൻ്റെ ചെകിട് നോക്കി 2 എണ്ണം കൊടുക്കാനേ എനിക്ക് തോന്നിയതാന്ന് പറയുമ്പം കണ്ണനും പറയുന്നുണ്ട് എനിക്കും തോന്നിയതാണ്, പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളിപ്പോൾ ഒരു നാടകം കളിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അതുകൊണ്ടാണ് ഞാനൊന്നും മിണ്ടാണ്ടിരുന്നത്. അതുമാത്രമല്ല ഇന്ന് അവിടെ വന്ന് കാറിൽ നിന്ന് ഇറങ്ങി നടക്കാൻ തോന്നാതിരുന്നത് വലിയ ഭാഗ്യമായിപ്പോയി. എല്ലാ ദിവസവും ഞാൻ സാധാരണ കാറിൽ നിന്ന് ഇറങ്ങി നടന്നല്ലേ നിങ്ങളുടെ അടുത്തേക്ക് വരാറ്, ഇന്നെന്താണോ എനിക്ക് വീൽ ചെയറിൽ ഇറങ്ങാൻ തോന്നിയത്, അതുകൊണ്ടാണ് അവൻ വന്നപ്പോൾ നമ്മൾ രക്ഷപ്പെട്ടതെന്ന് പറയുമ്പം അനന്ത് പറയുന്നുണ്ട് അത് ശരിയാടാ, ഇല്ലെങ്കിൽ അവൻ നീ നടക്കുന്നത് മനസ്സിലാക്കിയായിരുന്നു എന്ന്. എന്തായാലും ഈ വിവരം നീ മാർക്കോയെ വിളിച്ചൊന്ന് പറഞ്ഞേരെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട് ഞാനിപ്പോൾ തന്നെ ഈ വിവരം മാർക്കോയെ വിളിച്ച് പറഞ്ഞേക്കാന്ന്. അങ്ങനെ അനന്ത് ഫോൺ കട്ട് ചെയ്തതും ലേഖ വന്നിട്ട് ചോദിക്കുന്നുണ്ട് ആരാ അനന്തുവേട്ടാ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ കണ്ണനെ വിളിച്ച എന്താ കണ്ണേട്ടൻ പറഞ്ഞേ, ഉണ്ണിക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ എന്ന് ചോദിക്കുമ്പം ലേഖ അവനിക്ക് എന്തൊക്കെയോ സംശയമുണ്ട്, അതുകൊണ്ട് തന്നെ അവൻ കാർ ഓടിച്ചും കൂടി കയറി വന്നത് തന്നെ. അതൊരു കണക്കിന് നന്നായി, അവൻ കാർ ഓടിച്ചുകൊണ്ടല്ല എവിടെയെങ്കിലും നിന്ന് നോക്കാറുണ്ടെങ്കിൽ കണ്ണൻ നടക്കുന്നത് അവൻ കണ്ടേനെ. ഏതായാലും ആ ഒരു ആപത്തിൽ നിന്നും നമ്മൾ രക്ഷപ്പെട്ടു എന്ന്. ആ സമയത്ത് മഹാലക്ഷ്മി വന്നിട്ട് പറയുന്നുണ്ട് അവനക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ടെന്ന് അനന്തോട്ട് എനിക്ക് തോന്നണേ. അതിന് കാരണം വേറെ ഒന്നുമല്ല, അവനൊരു ദിവസം ഓഫീസിലേക്ക് വന്നപ്പോൾ ഞാനും കണ്ണേട്ടൻ്റെ ക്യാബിനിലായിരുന്നു. അവനെ കണ്ടത് ഞാനൊന്ന് പകച്ചുപോയി. പിന്നെ കണ്ണേട്ടൻ എന്നോട് ദേഷ്യപ്പെട്ടെങ്കിലും അവനക്ക് ആ കാര്യത്തിലൊരു സംശയമൊക്കെ ഉണ്ടാവും. എന്തായാലും ഇപ്പോൾ അവനെക്കുറിച്ച് പറയാൻ തന്നെയാണ് കണ്ണൻ വിളിച്ചത്. കണ്ണൻ പറഞ്ഞത് അവൻ മഹിയെ കൊല്ലാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടെന്ന്. അവനത് ചിന്തിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അവൻ്റെ കൂടെ കൂടിയേക്കണതും അവനെ വളർത്തി വലുതാക്കിയേക്കണവരും ഒക്കെ അങ്ങനെയുള്ളവരല്ലേ, മറ്റുള്ളവരെ കൊന്നിട്ടാണെങ്കിലും അവരുടെ സ്വത്ത് കൈക്കലാക്കണം എന്നല്ലേ അവരുടെയൊക്കെ വിചാരം എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കണ്ണനാണെങ്കിൽ മാർക്കോയ്ക്ക് വിളിക്കുന്നുണ്ട്. മാർക്കോയെ ഫോൺ എടുത്തതും എന്താ കണ്ണൻ സാറേ എന്ന് ചോദിക്കുമ്പം എനിക്ക് മാർക്കോയെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം എന്ന് പറയുന്നു. ആ സമയത്ത് കണ്ണൻ സാർ ഇപ്പോൾ എവിടെയുള്ളത്, അങ്ങോട്ട് ഞാൻ വരാമെന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ ഓഫീസിലുള്ളത്, തൽക്കാലം മാർക്കോ ഇങ്ങോട്ട് വരണ്ട,
ഇനിയിപ്പോൾ ഇവിടെ വെച്ച് മാർക്കോയെ ആരെങ്കിലും കണ്ടാൽ അത് പ്രശ്നമാവും. എന്തായാലും മാർക്കോ എവിടെയുള്ളതെന്ന് വെച്ചാൽ ഞാൻ അങ്ങോട്ട് വരാമെന്ന്. ആ സമയത്ത് മാർക്കോ ഉള്ള സ്ഥലം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ കണ്ണനാണെങ്കിൽ അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. കണ്ണൻ കാറ് നിർത്തി ഇറങ്ങുന്നതും മാർക്കോ എന്നിട്ട് എന്താ കണ്ണൻ സാറെ പ്രത്യേകിച്ച് കാണണമെന്ന് പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ അതെ, നമുക്കൊരു പ്രത്യേക തീരുമാനം എടുക്കണം. ഉണ്ണിക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്, അതുകൊണ്ട് ഉണ്ണിയുടെ കാര്യത്തിൽ മാർക്കോയുടെ ഒരു കണ്ണ് വേണമെന്ന് പറയുമ്പം അതൊക്കെ എനിക്ക് അറിയാം കണ്ണൻ സാറേ. ഇന്നെന്തായാലും കണ്ണൻ സാറ് സാധാരണ ഫ്രൂട്ട്സ് മേടിക്കണ കടയിൽ ചെന്ന് അവിടുത്തെ ആളോട് ഉണ്ണി ചോദിക്കണ്ടായിരുന്നു കണ്ണൻ സാർ അവിടുന്ന് ഫ്രൂട്ട്സ് മേടിക്കാറുണ്ടോ എന്ന്. അപ്പോൾ അയാൾ എന്താ പറഞ്ഞ മാർക്കോ എന്ന് ചോദിക്കുമ്പം അയാൾ എന്ത് പറയാനാ, അയാൾക്ക് കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. അയാൾ പറഞ്ഞു കണ്ണൻ സാർ ഒരുപാട് ഫ്രൂട്ട്സ് വാങ്ങിക്കൊണ്ടാണ് പോയെന്ന്. അപ്പോൾ അവൻ എന്നെ പിന്തുടർന്ന് തന്നെ നടക്കുമല്ലേ എന്ന് ചോദിക്കുമ്പം മാർക്കോ പറയുന്നുണ്ട് ആ കാര്യത്തിൽ കണ്ണൻ സാറിന് ഒരു സംശയം വേണ്ട. അവൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ഒരു സംശയം കയറി കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് അവൻ കണ്ണൻ സാറിനെയും മഹാലക്ഷ്മിയെയും പിന്തുടർന്ന് തന്നെ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ എങ്ങോട്ട് മാറുമ്പോഴും സൂക്ഷിക്കണം. അപ്പം കണ്ണൻ പറയുന്നുണ്ട് ഓരോ പ്രശ്നങ്ങൾ തീരുമ്പോൾ ഓരോ പ്രശ്നങ്ങളായിട്ട് വരുമല്ലോ മാർക്കോ. ആ മേഘനാണെങ്കിൽ ഇപ്പോൾ ഒന്നും മിണ്ടാണ്ട് കിടപ്പായതുകൊണ്ട് സമാധാനമായല്ലോ എന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ഇവൻ്റെ ശല്യം എങ്ങനെ ഒഴിവാക്കുമെന്ന് ചോദിക്കുമ്പോൾ മാർക്കോ പറയുന്നുണ്ട് അതോർത്ത് കണ്ണൻ സാറ് ടെൻഷൻ ആവുമൊന്നും വേണ്ട. അവനെക്കിട്ട് 2 അടി കൊടുക്കണേന് കണ്ണൻ സാറിന് വലിയ വിരോധം ഉണ്ടോ എന്ന് ചോദിക്കുമ്പം എനിക്കെന്ത് വിരോധം, അല്ലെങ്കിൽ പണ്ടേ അവന് 2 അടിയുടെ കുറവുണ്ടെന്ന്. ആ സമയം മാർക്കോ പറയുന്നുണ്ട് എന്നാ നോക്കിക്കോ, കുറച്ച് ദിവസത്തേക്ക് സാറിനും മഹാലക്ഷ്മിക്കും അവൻ്റെ ശല്യം ഉണ്ടാവില്ല. അവനെ ഞാൻ ഇടിച്ചൊതുക്കി ഒരു മൂലയ്ക്ക് ആക്കാൻ പോവാന്ന്. അത് കേട്ടതും കണ്ണൻ പറയുന്നുണ്ട് എന്നെയും മഹീനെയും ജീവിക്കാൻ അനുവദിക്കൂല എന്നും പറഞ്ഞ് ശപഥം ചെയ്ത് ഇറങ്ങിയേക്കാം അവൻ. ഞങ്ങൾക്ക് എന്തായാലും സമാധാനമായിട്ട് ജീവിക്കണം. അതിനുവേണ്ടി അവനെപ്പോലുള്ള ഒരുത്തനെ തല്ലി മൂലയ്ക്ക് ഇരുത്തിയാലും കുഴപ്പമൊന്നുമില്ല. മാർക്കോയുടെ കലാപരിപാടികൾ ആരംഭിച്ചോളാൻ. അങ്ങനെ നമ്മളുടെ മാർക്കോയാണെങ്കിൽ ഉണ്ണി വരുന്ന സമയം നോക്കി ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇതേ സമയം നമ്മളുടെ പ്രതാപനാണെങ്കിൽ ഇങ്ങനെ വെളിയിലേക്ക് ഇറങ്ങിപ്പോവാണ്. പ്രതാപൻ ഉറക്കത്തിൽ നിന്നാണ് ഇറങ്ങിപ്പോകുന്നത്. പക്ഷേ പ്രതാപൻ്റെ അമ്മ ആ സമയത്ത് അത് കാണുന്നില്ല. കുറച്ച് സമയം കഴിഞ്ഞതും പ്രതാപൻ്റെ അമ്മ വന്ന് പ്രതാപ എന്ന് വിളിക്കുമ്പം പ്രതാപൻ അവിടെയെങ്ങും ഇല്ല. അങ്ങനെ പ്രതാപൻ്റെ അമ്മ എല്ലായിടത്തും നോക്കുന്നുണ്ടെങ്കിലും പ്രതാപനെ കാണുന്നില്ല. ഇവനിതെവിടെ പോയി, ഇനിയിപ്പോൾ അന്നത്തെ പോലെ വലിയ പ്രേതബാധയും വന്ന് ഇവൻ എഴുന്നേറ്റ് പോയതായിരിക്കും എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ പേടിച്ചുകൊണ്ട് മോഹിനീനെ വന്ന് വിളിക്കുന്നുണ്ട്. മോഹിനീനെ വിളിച്ചിട്ട് പ്രതാപനെ കണ്ടു എന്ന് ചോദിക്കുമ്പം ഇല്ല പ്രതാപേട്ടനെ ഞാൻ കണ്ടില്ല, ഇവിടെ ഉണ്ടായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ കുറേ നേരമായി അവനെ അന്വേഷിക്കുന്നു, എല്ലായിടത്തും നോക്കി അവനെ എവിടെയെങ്കിലും കാണുന്നില്ല. ഇനി അവൻ അന്നത്തെ പോലെ വലിയ പ്രേതത്തെയും കണ്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോയതായിരിക്കും. ഇനി ഞാൻ അവനെ എവിടെ ചെന്ന് അന്വേഷിക്കുന്നു. ആ സമയത്ത് മോഹിനി ചോദിക്കുന്നുണ്ട് സത്യത്തിൽ എന്താ സംഭവിച്ചത്, ഏത് പ്രേതത്തെയാണ് പ്രതാപേട്ടൻ കണ്ടതെന്ന് ചോദിക്കുമ്പം ഈ പ്രതാപൻ്റെ അമ്മയ്ക്കാണെങ്കിൽ അത് പറയാനായിട്ട് പേടിയാവുന്നുണ്ട്. കാരണം പ്രതാപൻ കൊന്നയാളുടെ പ്രേതമാണ് പ്രതാപനെ ശല്യം ചെയ്യണതെന്ന് പറഞ്ഞാൽ മോഹിനി എന്തായാലും അത് കേട്ടിട്ട് സന്തോഷിക്കുള്ളൂ എന്ന് പ്രതാപൻ്റെ അമ്മയ്ക്ക് അറിയാം. അതുകൊണ്ട് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട് അതൊന്നും എനിക്കറിയില്ല മോഹിനി, എന്തായാലും നീ ഒന്ന് വന്നേ അവൻ എവിടെയാണെന്ന് നമുക്ക് അന്വേഷിക്കാമെന്നും പറഞ്ഞ് മോഹിനീനെ വിളിക്കുമ്പം മോഹിനിയും പ്രതാപൻ്റെ അമ്മയുടെ കൂടെ വെളിയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഇതേ സമയം നമ്മളുടെ ഉണ്ണി കാറും കൊണ്ട് വന്നെ കണ്ടതും ഈ മാർക്കോയാണെങ്കിൽ ബൈക്കുമായിട്ട് ഉണ്ണിയുടെ കാറിൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ണി മാർക്കോയെ കണ്ടതും ഉണ്ണിക്ക് ശരിക്കും ഒരു പേടിയാവുന്നുണ്ട്. കാരണം പ്രതാപനെ തല്ലി മാർക്ക് ആശുപത്രിയിലാക്കിയ കാര്യമൊക്കെ ഉണ്ണിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ ഉണ്ണി വിചാരിക്കുന്നുണ്ട് ഇവനെന്തിനായിരിക്കുമോ ഇപ്പോൾ എന്നെ തടഞ്ഞു നിർത്തണേ, ഇനി എന്നെയും വലിയ ഉപദ്രവിക്കാനായിരിക്കുമോ, ഇന്നലെ മഹാലക്ഷ്മിയോട് മോശമായി പെരുമാറിയതിന് പ്രതികാരം ചെയ്യാൻ വന്നേക്കണായിരിക്കുമോ, എന്തായാലും വെളിയിൽ ഇറങ്ങണ്ടെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് മാർക്കോയോട് ചോദിക്കുന്നുണ്ട് എന്താടോ വണ്ടി മുമ്പിൽ കൊണ്ടു വെച്ചാൽ അങ്ങനെ വണ്ടി എടുത്ത് മാറ്റണോ എന്ന് പറയുമ്പം അതൊക്കെ ഞാൻ മാറ്റാം, ആദ്യം നീ ഇങ്ങോട്ട് ഇറങ്ങുമെന്ന് പറയണം. എന്തിനാ ഞാനിപ്പോൾ നിങ്ങൾ പറയുമ്പോൾ ഇറങ്ങണേ, എന്തിനാ എനിക്കിപ്പോൾ ഇറങ്ങാൻ സൗകര്യമില്ല എന്ന് പറയുമ്പം അങ്ങനെ നീ അങ്ങോട്ട് പോയാലോ, നീ ഇങ്ങോട്ട് ഇറങ്ങണ വരി അതൊക്കെ ഒന്നും പറഞ്ഞ് ഈ മാർക്കോയാണെങ്കിൽ ബലമായിട്ട് ഡോറ് തുറന്ന് ഉണ്ണിയെ വലിച്ച് പുറത്തേക്ക് ഇറക്കുന്നുണ്ട്. ആ സമയത്ത് ഉണ്ണി പേടിയോടുകൂടി ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്നെ എന്ത് ചെയ്യാൻ പോവാ, ഞാൻ നിന്നെ എന്താ ചെയ്യാൻ പോണേന്ന് കാണണോടാ, നീ എന്താടാ മഹാലക്ഷ്മിയോട് ചെന്ന് പറഞ്ഞത്, നിന്നോട് പറഞ്ഞിട്ടില്ലേ മഹാലക്ഷ്മിയെ ശല്യം ചെയ്യരുതെന്ന്, പല പ്രാവശ്യം നിനക്കും മേഘനും ആ പ്രതാപനൊക്കെ ഞാൻ വാണിങ് തന്നിരുന്നതാ, എന്നിട്ടും വീണ്ടും വീണ്ടും നീ മഹാലക്ഷ്മിയെ കൊല്ലാനായിട്ട് നടക്കുമല്ലേടാ, നിന്നെ ഞാനിനി വെറുതെ വിടൂല, എന്തായാലും ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ കാര്യമുള്ളൂ എന്നും പറഞ്ഞ് ഈ ഉണ്ണിയെ നല്ല അടിയടിക്കുന്നുണ്ട്. ഇതേ സമയം നമ്മളുടെ പ്രതാപനാണെങ്കിൽ ഈ വിജനമായ ഏതോ ഒരു സ്ഥലത്തേക്കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രതാപൻ തിരിഞ്ഞു നോക്കുമ്പോൾ പ്രതാപൻ്റെ പുറകെ ഈ കണ്ണൻ്റെ അച്ഛനും ഉണ്ട്. കണ്ണൻ്റെ അച്ഛനാണെങ്കിൽ നല്ലോണം ചിരിച്ചുകൊണ്ട് തന്നെയാണ് ഈ പ്രതാപൻ്റെ പുറകെ ചെല്ലണത്. ആ സമയത്ത് പ്രതാപൻ പോ എൻ്റെ പുറകെ വന്നെ എന്തിനാന്നൊക്കെ ചോദിച്ചിങ്ങനെ ഒച്ച എടുത്തുകൊണ്ട് മുന്നോട്ട് ഇങ്ങനെ ഓടി പോകുന്നുണ്ട്. കുറച്ച് ഓടിയതും പ്രതാപൻ തിരിഞ്ഞു നോക്കുമ്പം ഈ കണ്ണൻ്റെ അച്ഛൻ തൊട്ടടുത്ത് എത്തിയതായിട്ട് തോന്നിയിട്ട് പ്രതാപനാണെങ്കിൽ ബോധം കെട്ട് അവിടെ വീഴുന്നുണ്ട്. ഇതേ സമയം നമ്മളുടെ കരുണയുടെ ഫോണിലോട്ടൊരു കോൾ വരുന്നുണ്ട്. ഫോൺ എടുത്തതും ഹലോ ആരാന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളിവിടെ ഹോസ്പിറ്റലിൽ നിന്നാണ് വിളിക്കണേ, നിങ്ങളുടെ ഹസ്ബൻഡിനെ ഗുരുതരാവസ്ഥയിലൂടെ ആസ്പത്രിയിൽ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട്. അത് കേട്ടതും കരുണയാണെങ്കിൽ ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് കരുണ ഫോൺ എടുത്ത് പ്രതാപനെ വിളിക്കുന്നുണ്ടെങ്കിലും പ്രതാപൻ ഫോൺ എടുക്കണില്ല. ആ സമയത്ത്
പ്രതാപൻ്റെ അമ്മയും മോഹിനിയും കൂടി ഈ പ്രതാപനെ അന്വേഷിച്ച് നടക്കുകയാണ്. പെട്ടെന്ന് തന്നെ മോഹിനി പ്രതാപൻ അവിടെ വീണ് കിടക്കുന്നത് കാണുന്നുണ്ട്. പെട്ടെന്ന് പ്രതാപൻ്റെ അടുത്തേക്ക് മോഹിനിയും പ്രതാപൻ്റെ അമ്മയും കൂടി ചെന്നിട്ട് പ്രതാപനെ ഇങ്ങനെ കുളിക്ക് വിളിക്കുന്നുണ്ട്. അപ്പോൾ പ്രതാപനാണെങ്കിൽ കണ്ണൊന്നും തുറക്കുന്നില്ല. എന്നിട്ട് മോഹിനി പറയുന്നുണ്ട്, പ്രതാപേട്ടൻ എന്തിനായിരിക്കുമോ ഈ രാത്രിയിൽ ഇവിടെ വന്ന് കിടക്കണേ, അത് ആ പ്രേതം ഓടിച്ച് കൊണ്ടുവന്നതായിരിക്കും കൂടി മോഹിനി എന്ന് പറയുന്നത്. ആ സമയത്ത് മോഹിനി വീണ്ടും ചോദിക്കുന്നുണ്ട്, അമ്മ ആരുടെ പ്രേതത്തിൻ്റെ കാര്യം പറയണമെന്ന് ചോദിക്കുമ്പം ഈ പ്രതാപൻ്റെ അമ്മയ്ക്കാണെങ്കിൽ എന്ത് പറയണമെന്ന് അറിയില്ല. വേഗം തന്നെ വിഷയം മാറ്റാൻ വേണ്ടി നീ അവനെ എഴുന്നേപ്പിക്കുക, നമുക്ക് അവനെ വീട്ടിലോട്ട് കൊണ്ടുപോകാമെന്ന് പറയുന്നു. ആ സമയത്ത് മോഹിനി പറയുന്നുണ്ട്, പ്രതാപേട്ടൻ പലരെയും കൊന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം, അവരുടെ ആരുടെയെങ്കിലും ആത്മാവ് പ്രതാപേട്ടനെ പിന്തുടർന്നു തന്നെയായിരിക്കുമെന്ന്. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മയ്ക്കും തോന്നുന്നുണ്ട് സത്യമായിരിക്കുമെന്ന്. അങ്ങനെ പ്രതാപൻ്റെ അമ്മയും ആകെ പേടിയോടുകൂടി ചുറ്റും നോക്കിക്കൊണ്ട് നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.